ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എയർ മോട്ടോഴ്സ് പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്. അത് ഡിയോ ആണ്. സോ അതിന്റെ ഫ്രണ്ട് ബെയറിങ് ചെറിയ ഇഷ്യൂ ഉണ്ട്. സോ ഫ്രണ്ട് ബെയറിങ് ചേർന്ന് വെട്ടണുണ്ട്. സോ അത് എന്തൊക്കെയാണ് പുള്ളി അഴിക്കുന്നത്, എന്തൊക്കെയാണ് റീപ്ലേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഡിയോയുടെ ബെയറിങ് ചേഞ്ച് ചെയ്യണ വീഡിയോ ആണ്. ഇത് ഓൾറെഡി മഴക്കാലമല്ലേ, മഴക്കാലത്ത് മിക്കവരും ഓടി വെള്ളത്തിൽ കൂടി ഓടി ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ ആക്സിഡൻ്റ് ആണുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ബെയറിങ് ഭയങ്കര ഇളക്കമായിട്ടാണ് വന്നത് വണ്ടി. അപ്പോൾ നമുക്കൊന്ന് ബെയറിങ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ രണ്ട് ബെയറിങ്ങുകൾ ഇരിക്കണം. രണ്ട് ബെയറിങ്ങും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, ഭയങ്കര ഇളക്കം. ഇതിൻ്റെ ഉള്ളിലൂടെ റോഡിട്ട് അടിച്ചു കൂടി എടുക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്താ മൊത്തം വെള്ളം കയറി തുരുമ്പ് പിടിച്ചു പോയി. ബെയറിങ്ങിൻ്റെ ഇതാണ്, ഭയങ്കര ഇളക്കമാണ്. തുരുമ്പായി വെള്ളം കയറിയേക്കണേ. ഇതിൽ ഈ വെള്ളത്തിൽ കൂടി കിടന്ന് ഓടിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഓയിൽ സീലുണ്ട്. ഓയിൽ സീലും കംപ്ലൈൻ്റ് ആയിരിക്കും. മിക്ക ആൾക്കാരും ഈ ബെയറിങ് മാറാൻ നേരത്ത് ഈ ഓയിൽ സീല് മാറാറില്ല. ഈ ഓയിൽ സീല് മാറിയില്ലെങ്കിൽ ഈ പുതിയ ബെയറിങ് ഇട്ടുകൊണ്ട് ഗുണമില്ല. കാരണം വെച്ചാൽ ഇതിൽ ഈ ഓയിൽ സീൽ വഴി വെള്ളം അതിൻ്റെ അകത്തോട്ട് കയറും മഴയത്ത് ഓടിക്കാൻ നേരത്ത്. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൽ വെള്ളം കയറിക്കാൻ നേരത്ത് പെട്ടെന്ന് ബെയറിങ് കംപ്ലൈൻ്റ് ആയി പോകും. എത്ര നല്ല ബെയറിങ് ഇട്ടിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ മാറാൻ നേരത്ത് ഇതുണ്ട കംപ്ലീറ്റ് തുരുമ്പായി. അപ്പോൾ അത് നമുക്ക് കണ്ട മിക്കവരും മാറാൻ നേരത്ത് അത് മാറാറില്ല. ഈ ഓയിൽ സീല് മാറാറില്ല. നമ്മളിവിടെ ഓയിൽ സീൽ ഉൾപ്പെടെ എല്ലാം മാറിയിട്ടാണ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അത് മാത്രം മാറിയിട്ട് കിട്ടണമെങ്കിൽ ഇത് ഗുണമില്ലാത്ത കാര്യമാണ്. നിൽക്കട്ടെ NBCയുടെ ബെയറിംഗ് ആണ്. എൻ ബി സി ആണ് ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് ബെയറിംഗ് ഉണ്ടാക്കിയ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനി. ഇതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള കമ്പനിയാണത്. NBC നല്ല കമ്പനിയാണ്. പിന്നെ ഈ ബെയറിംഗ് എടുക്കാൻ നേരത്ത് ഓൾറെഡി അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഓയിൽ ഇതിനകത്ത് ഒഴിക്കണം. എന്നിട്ട് ചെറിയ രീതിയിൽ ഗ്രീസും ഇട്ട് കൊടുക്കണം. നല്ലോണം ഗ്രീസ് ഇങ്ങനെ നല്ലോണം ഇറക്കി കൊടുക്കും. ഈ ഓയിൽ സീലിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചു തരാം. ഓയിൽ സീലിൻ്റെ കംപ്ലൈൻറ്റ് തന്നെയുണ്ട്. ഈ ഒരു ബുഷ് ഇതിൽ കൂടി ഫ്രീ ആയിട്ട് കയറി പോകണ്ട, ചുമ്മാ ഫ്രീ ആണ്. ആ
ഫ്രീ ആകുമ്പോൾ ഈ ഗ്യാപ്പിൽ കൂടി വെള്ളം അതിൻ്റെ അകത്തോട്ട് കയറും മഴയത്ത് ഓടിക്കാൻ നേരത്ത്. പുതിയ ഓയിൽ സീൽ ഇടാൻ നേരത്ത് കാണിച്ചു തരാം. മിക്കവരും അത് ചെയ്യാത്തതുകൊണ്ടാണ് പ്രശ്നം. ഇത് കണ്ട കയറില്ല, ഫുൾ ടൈറ്റായി കണ്ട കയറില്ല. നിങ്ങൾ ടൈറ്റായിട്ട് വേണം വയ്ക്കാം. അപ്പോൾ ഓൾറെഡി നല്ല ടൈറ്റ് ആയിക്കുമ്പോൾ വെള്ളം അതിൽ കയറില്ല. ഇതിങ്ങനെ ഓടി 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 കുറേ കഴിയുമ്പോൾ ഈ സീലൊക്കെ തേഞ്ഞു പോകും. തേഞ്ഞു പോകുന്ന നേരത്ത് മിക്കവരും അത് ശ്രദ്ധിക്കില്ല. മാറുന്ന ആൾക്കാർ ചില വർഷക്കാരൊക്കെ ശ്രദ്ധിക്കാറുള്ളത് അത് ഈ സീൽ തന്നെ വെച്ചിടും. ബെയറിങ് മാറും, പക്ഷേ സീല് അവരുടെ അടുത്ത് ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ അവർ ഇത് തന്നെ ഇട്ടുവിടും. അപ്പോൾ നമ്മൾ ബെയറിങ് മാറുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാലാണ് ഇത് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. എന്നിട്ട് ചെറുതായിട്ട് ഗ്രീസ് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ തേയ്മാനം കൂടും ഈ ഓയിൽ സീലിന്. ഈ ഇരുമ്പാണല്ലോ, ഇരുമ്പിൻ്റെ കുഷാണ് ഇത്, റബ്ബറുമാണ്. ഇതിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ തേയ്മാനം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇടയിൽ ഇങ്ങനെ ഗ്രീസ് തേച്ച് കൊടുക്കണം. ഈ ആക്സിലൊക്കെ ഗ്രീസ് വെച്ചിട്ട് വരണം. ഇത് തുരുമ്പായി പിന്നെ അഴിക്കാൻ പറ്റത്തില്ല. എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ ഓയിൽ സീലുണ്ട്, എല്ലാ ബൈക്കിൻ്റെ അതിലും അത് പ്രോപ്പറായിട്ട് സീലും മാറണം. ഇത് ഇവിടെ ഫ്രണ്ട് വശം അഴിച്ചു വെച്ചേക്കണത് ഹെഡ്ലൈറ്റ്, ഇതിൻ്റെ ഹെഡ്ലൈറ്റും കൂടി മാറാണ്ട്. ഹെഡ്ലൈറ്റ് മൊത്തം ഇളക്കും, അതുകൊണ്ടാണ് ഇത് കണ്ടോ മൊത്തം ഇളകി കിടക്കുന്നത്. അപ്പോൾ പുതിയ ഇടാണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്താലേ നമുക്ക് ഇനി വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മിക്കവരും കണ്ടുകൊണ്ടിരിക്കണം എന്നല്ലാണ്ട് ഒന്നും ഒരു സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാനുള്ള, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.